ഇതാരാ സിഗരറ്റ് വലിക്കുന്നത്? ഷീലു, ഷീലു, ചേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഞാൻ ഇട്ടോളാം, നീ വെക്കോ. മാറിക്ക്, ഞാൻ ഈ പാന്റ് വിട്ടോട്ടെ. എന്തിനാ ഈ പങ്കപ്പാട് പെടുന്നത്? ബട്ടൺ ഞാൻ ഇട്ടുതരാം. ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ. ഒറ്റ കൈയും വെച്ചാൽ കാണിച്ച കാര്യം നടക്കൂ. ആ മതി മതി, ഇവിടെ. ഈ പാന്റിന്റെ ബട്ടൺ ഞാൻ ഇട്ട് തന്നാൽ എന്താ? മാനം പൊട്ടി വീഴുമോ? ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സാറേ. ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ഒരാളുടെ സഹായം കൂടിയേ കഴിയും. ആ സഹായമൊക്കെ ഒരു ഭാര്യയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേക്ക്. വേഗം ഒരു കല്യാണം കഴിക്കും. ജാനോ, ഞാൻ പോണടി. ജാനു, ഞാൻ ഓഫീസ് വരെ പോകുന്നു. എഞ്ചിനീയർ സാർ ആള് പറഞ്ഞയച്ചിരുന്നു. ചിലപ്പോ ഡ്യൂട്ടിക്ക് ചേരാൻ പറയാനായിരിക്കും. ശരി ഏട്ടാ. പോട്ടെ. പറണം ചട്ടമ്പി സാറേ, എഞ്ചിനീയർ സാർ വിളിക്കുന്നു. ചെല്ലടാ. വരുവാസു, ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. നെവർ മൈൻഡ്, ഇരിക്കൂ. ഇപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ? വേറെ അസുഖമൊന്നുമില്ല സാർ. ഞാൻ എത്ര ശ്രമിച്ചാലും വാസുവിന് എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുമെന്ന് തോന്നില്ല. എങ്കിലും പറയേണ്ടത് എന്റെ ധർമ്മമാണല്ലോ. വാസു, ഞാൻ വാസുവിന് വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോട് വളരെയേറെ വാദിച്ചു നോക്കി. പക്ഷേ സാർ, എന്റെ ശുപാർശ അവർ സ്വീകരിച്ചില്ല. അതായത് വാസുവിന് ഈ പരിതസ്ഥിതിയിൽ ജോലിയിൽ തുടരാനാവില്ല. ഐ ആം സോറി. കൊള്ളാം സാർ. അങ്ങനെ അവസാന യുദ്ധത്തിൽ നിങ്ങൾ തന്നെ ജയിച്ചു. എന്നോടുള്ള പക മുഴുവൻ മനസ്സിൽ കൊണ്ടു നടന്ന് തക്കം വന്നപ്പോ പകരം വീട്ടി. വാസു, ദയവിത് ഇങ്ങനൊന്നും പറയരുത്. ഞാൻ അത്രക്കാരനല്ല. ഞാൻ ഒരിക്കലും വാസുവിന്റെ ശത്രുവായിരുന്നില്ല, ഇനിയൊട്ടാവുകയുമില്ല. എന്നെ വിശ്വസിക്കൂ. സാരമില്ല സാർ. രണ്ട് കൈയും രണ്ട് കാലും പോയാലും ശരി, ഈ വാസു ജീവിക്കും. ഇവൻ മഹാ ചീത്തയാണ് സാർ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ. വളരെ നന്ദി. സാറിന് ഞാൻ ഒരിക്കലും മറക്കില്ല. ചേട്ടാ, ചേട്ടന്റെ ജോലി നഷ്ടപ്പെട്ടല്ലേ ഉള്ളൂ, എന്നെ നഷ്ടപ്പെട്ടില്ലല്ലോ. ചേട്ടൻ എപ്പോഴും പറയാറില്ലേ ചേട്ടന്റെ വലിയ സ്വത്ത് ഞാനാണെന്ന്. വരൂ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം.
കൂട്ടത്തിൽ ആണാപ്രധാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടാ ഈ പെണ്ണിനോട് മത്സരിച്ച് ജയിക്കും. തോറ്റുപോയാലുണ്ടല്ലോ കളിയാക്കി ചിത്തന്റെ ഒക്കെ വായിൽ വെക്കോട് കുത്തിയേറ്റാ. മാറി കേട്ടാ, മാറി നിൽക്കാൻ. ഇപ്പോൾ എവിടെ പോയടാ നിന്റെയൊക്കെ ചിരി? ഈ മനുഷ്യനെ നോക്കി ചിരിച്ച തെണ്ടികളെ നിങ്ങളോടാണ് ചോദിച്ചത്. നട്ടലില്ലാത്ത നാറികള്. വാ പോടാ പോടാ. ചേട്ടാ, ഇന്ന് കമലാക്ഷി ചേച്ചി കാണിച്ച ധൈര്യം ഭയങ്കരം തന്നെ അല്ലേ? എപ്പോഴാണ് അവള് ധൈര്യം കാണിക്കാത്തത്? ചേട്ടനെയോ എന്നെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞ ചേച്ചിയുടെ വിധം മാറും. സ്നേഹമുള്ളവളാ. ഇപ്പോഴും ചേട്ടന്റെ കാര്യത്തിൽ എന്നെക്കാളും ശ്രദ്ധ ചേച്ചിക്കാം. അതൊന്നുമല്ല, കയ്യില്ലാത്തവനല്ലേ എന്ന് വിചാരിച്ച് അല്പം ദയവ് കാണിക്കുന്നു, അല്ലാതെന്താ? എങ്കിൽ പിന്നെ ഈ നാട്ടിൽ എത്രയോ പെമ്പിള്ളാരുണ്ട്, അവരൊക്കെ ചേട്ടന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കാത്ത എന്താ? കമലാക്ഷി ചേച്ചി എന്റെ ചേട്ടന് ജീവനെ പോലെ കരുതും. ചേച്ചി എന്നും ഈ വീട്ടിലുണ്ടാവണമെന്നാ എന്റെ ആശ. എന്താ ഏട്ടാ? നീ വളർന്നു പോയി. ഇന്നാണ് നീ ഒരു വളർന്ന പെണ്ണിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്. കൊള്ളാം, നടക്കട്ടെ. എന്നാ ഞാനിനി അങ്ങ് തുറന്നു പറഞ്ഞേക്കാം, ചേട്ടൻ കമലാക്ഷി ചേച്ചിയെ കല്യാണം കഴിക്കണം. തൊഴിലൊന്നുമില്ലാത്ത ഒറ്റക്കയ്യ കല്യാണം കഴിക്കാൻ പറ്റിയ സമയം. അതെ, കല്യാണം കഴിക്കാൻ പറ്റിയ സമയം തന്നെ. ഒരു പെങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് കമലാക്ഷി ചേച്ചി പറഞ്ഞത് എത്ര സത്യമാ. അന്യത്തിൽ നിൽക്കുമ്പം ചേട്ടൻ എങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിക്കണ്ട. പറയുന്നവര് പറയും, പക്ഷേ എന്റെ നില എനിക്കറിയാം. അപ്പോ നാട്ടുകാരെന്നെ നോക്കി ചിരിക്കുന്നു നിനക്ക് കാണണം. ആരും ചിരിക്കാനൊന്നും പോന്നില്ല. കമലാക്ഷി ചേച്ചി ചേട്ടന്റെ അടുത്തിരിക്കുമ്പം ആർക്കെങ്കിലും ചിരിക്കാൻ ധൈര്യം വരുമോ? ചേച്ചി, ഞാനും എന്റെ ചേട്ടനും ആരോരുമില്ലാത്തവരാണ്. ഞങ്ങൾ അനാഥരായി വളർന്നു. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് അപ്പനും അമ്മയും എല്ലാം എന്റെ ചേട്ടൻ തന്നെയാണ്. അതും എനിക്കറിയാം. ഇന്നെന്റെ ചേട്ടന്റെ സ്ഥിതി കാണുമ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോന്നു. ഇപ്പോഴെനിക്കൊരു ചേട്ടത്തെ കിട്ടിയ ചേട്ടനതൊരു വലിയ സഹായമായിരിക്കും. എനിക്കും ഒരു അമ്മയെ കിട്ടിയ പോലെ ഇരിക്കും. ഇതെന്തോന്നാ, കഥാപ്രസംഗമോ? എടി കൊച്ചേ, കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. ചേച്ചി, ഓ, എന്റെ ചേട്ടൻ ഒറ്റക്കയ്യനായതുകൊണ്ട് ചേച്ചി ചേട്ടനെ കല്യാണം കഴിക്കാൻ വയ്യാന്ന് പറയുമോ? ഈ കാര്യം നിന്റെ നാക്കിന്നോ നിന്റെ ചേട്ടന്റെ നാക്കിന്നോ ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി എത്ര ദിവസമായി ഞാൻ ഈ നടപ്പ് നടക്കുന്നു. ചേച്ചി, അയ്യോ, നിന്റെ ചേട്ടനെ കെട്ടിപ്പിടിക്കാൻ ശകലം ബാക്കി വെച്ചേക്കണേ.
അമ്പലത്തിൽ വെച്ച് ചേട്ടൻ സാറിനെ കണ്ടിട്ട് മിണ്ടിയില്ല. സാർ വളരെ വിഷമിച്ച് മടങ്ങിപ്പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല. അതുകൊണ്ട് പറയൂ. ചോറ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലെ ഊണ് സാറ് കഴിക്കുമോ എന്തോ. അതെന്താ ജാനു അങ്ങനെ ചോദിച്ചത്? വേഗം വിളമ്പ്, നല്ല വിശപ്പ്. എന്താ നോക്കി നിൽക്കുന്നത്? വേഗം ഇലയിട്ട്. എനിക്ക് വളരെ സന്തോഷമായി സാർ. ശരി, ചേട്ടന്റെ കല്യാണത്തിന് എനിക്ക് ഊണ് തന്നു. ജാനുവിന്റെ കല്യാണ സദ്യ എനിക്കെന്നുണ്ണാൻ കഴിയും? അതിന് സമയം കുറെ പിടിക്കും. അതെന്താ? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഉടനെ ഇനി ഒരു കല്യാണം കൂടെ നടത്താൻ പറ്റുമോ സാർ? ഓ, സാർ ഊണ് കഴിക്കൂ. ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞാലൊന്നും ഞാൻ പാടത്തില്ല. സ്നേഹമായിട്ട് പറയണം. എന്റെ പൊന്നലക്കറിയല്ലേ, ഒന്ന് പാട്.